പ്യാരെ ബച്ചോ ആദാബ്. എജുപോർട്ടിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് +1 എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്തുമസ് എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ്. സാധാരണ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള 3 ചോദ്യങ്ങൾ എല്ലാ ചോദ്യപേപ്പറിലും മിക്കവാറും ചോദ്യപേപ്പറിലും കാണുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, हमारा बाबा कौम ഗാന്ധി ജി കെ ബാരെ മേം ഏക് നോട്ട് ലിഖിയെ. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കൂ എന്നുള്ള ചോദ്യം പലപ്പോഴും പല എക്സാമിലും നമ്മൾ തുടർച്ചയായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് അങ്ങനെയുള്ള ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതാമെന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗാന്ധിജി കെ ബാരെ മേം നോട്ട് അഥവാ ഹമാര ബാബായെ കൗം, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെ കുറിച്ച് എഴുതാവുന്ന നോട്ട്. നോക്കിക്കോ, ഒന്നാമത്തത്, ഗാന്ധിജി കാ അസിൽ നാം മോഹൻദാസ് ഥ. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് എന്നായിരുന്നു. വാലിദ് കാ നാം കരംചന്ദ് ഥ. വാലിദിന്റെ പേരെന്തായിരുന്നു? കരംചന്ദ് എന്നുമായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് എന്നും പിതാവിന്റെ പേര് കരംചന്ദ് എന്നുമായിരുന്നു. രണ്ടാമത്തത്, ആപ് ഗുജറാത്ത് കെ ഗാവ് പോർബന്ദർ മേ പൈദാ ഹുയെ. അദ്ദേഹം ഗുജറാത്തിലെ ഗ്രാമമായ പോർബന്ദറിലാണ് ജനിച്ചത്. ആപ് ഗുജറാത്ത് കെ ഗാവ് പോർബന്ദർ മേ പൈദാ ഹുയെ. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ ഗ്രാമമായ പോർബന്ദറിലാണ് ജനിച്ചത്. ലോക് ആപ്കോ, ജനങ്ങൾ അദ്ദേഹത്തെ प्यार से बापूजी के नाम से याद करते हैं. लोग आपको बापूजी के नाम से याद करते हैं. ജനങ്ങൾ അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ ബാപ്പുജി കെ നാം സെ യാദ് കർത്തേ ഹേ, ബാപ്പുജി എന്നുള്ള പേരിലായിരുന്നു ഓർമ്മിക്കപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻദാസ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കരംചന്ദ് എന്നായിരുന്നു. അതുപോലെ നമ്മൾ എഴുതി ഗുജറാത്ത് കെ പോർബന്ദർ ഗാവോ മേ പൈദാ ഹുയെ. അതുപോലെ എഴുതി ലോഗ് ആപ്കോ പ്യാർ സെ എന്ത് വിളിക്കുമായിരുന്നു? ബാപ്പുജി കെ നാം സെ യാദ് കർത്തേ ഹേ. ഉനോനെ അംഗ്രീസോ കെ ഖിലാഫ്. ഇനി എന്താണ് ഗാന്ധിജി ചെയ്തത്? ഉനോനെ, അദ്ദേഹം, അംഗ്രീസോ കെ ഖിലാഫ്, ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്കെതിരെ ആസാദി കെ തെഹ്രീക്ക് മേ, സ്വതന്ത്ര സമരത്തിൽ എന്ത് ചെയ്തു? ബടിച്ചെടുക്കർ ഹിസാലിയ, വളരെ എന്ത് ചെയ്തു? ഉത്സാഹത്തോടു കൂടിയിട്ട് ഭാഗവത്തായിട്ട് മാറി. അതാണ് അദ്ദേഹം ചെയ്ത സംഭാവന. എങ്ങനെയാണ് എഴുതിയത്? ഉനോനെ അംഗ്രീസോ കെ ഖിലാഫ് ആസാദി കെ തെഹ്രീക്ക് മേ, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ആസാദി കെ തെഹ്രീക്ക് മേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ എന്ത് ചെയ്തു? ബടിച്ചെടുക്കർ ഹിസാലിയ, വളരെ ആവേശത്തോടു കൂടിയിട്ട് ഭാഗവത്തായിട്ട് മാറി. ഗാന്ധിജീനെ സാദാ ജിന്ദഗി ബസർ കി. ഗാന്ധിജി ലളിതപൂർവമായിട്ടുള്ള സാദാ ജിന്ദഗി ബസർ കി, ലളിതപൂർവമായിട്ടുള്ള ജീവിതമായിരുന്നു കഴിച്ചു കൂട്ടിയിരുന്നത്. ഉനോനെ സാദാ ജിന്ദഗി ബസർ കി, അദ്ദേഹം ലളിതമാർന്ന ജീവിതമായിരുന്നു കഴിച്ചിരുന്നത്. വോ ഏക് ബഹുത്ത് ഇൻസാൻ ദോസ്ത് ലീഡർ ഥേ. അദ്ദേഹം എന്തായിരുന്നു? ഇൻസാൻ ദോസ്ത് ലീഡർ ഥേ. മനുഷ്യരോട് ഇൻസാൻ ദോസ്ത്, മനുഷ്യരുമായിട്ട് സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ലീഡർ ഥേ, ഒരു ലീഡറായിരുന്നു. ഇൻസാൻ ദോസ്ത് ലീഡർ ഥേ, അദ്ദേഹം ഒരു സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന ലീഡറായിരുന്നു. ഗാന്ധിജി കോ ഉറുദു പഠിനെ കാ ഖാസ് ഷൗക്ക് താ. ഗാന്ധിജി കോ ഉറുദു പഠിനെ കാ, ഗാന്ധിജിക്ക് ഉറുദു പഠിക്കുന്നതിൽ ബഡാ ഷൗക്ക് താ, വളരെ എന്തുണ്ടായിരുന്നു? താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗാന്ധിജിയെ കുറിച്ച് എഴുതാൻ പറ്റുന്ന ഒരു സിമ്പിൾ നോട്ട്. ആദ്യം അസ്ലി നാം മോഹൻദാസ് ഹേ, ഉൻകാ വാലിദ് കാ നാം കരംചന്ദ് ഹേ, അതുപോലെ ഗുജറാത്ത് കെ ഗാവ് പോർബന്ദർ മേ പൈദാ ഹുയെ, അതുപോലെ ലോഗ് ആപ്കോ പ്യാർ സെ ബാപ്പുജി കെ നാം സെ याद करते हैं. उन्होंने अंग्रेजों के खिलाफ आज़ादी के तहरीक में बढ़ चढ़कर हिस्सा लिया. ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ് പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗാന്ധിജി കെ ബാരെ മേ ഏക് നോട്ട് ലിഖിയെ, കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ദൂസരാ സവാൽ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നസീർ അക്ബർ ആബാദി കഹ്തേ ഹേ. നസീർ അക്ബർ ആബാദി അദ്ദേഹത്തിന്റെ ആദ്മീനാമ എന്ന കവിതയിൽ പറയുകയാണ്, ജോ മാംഗ്താ ഹേ സോ
സോഹേ വോ ബി ആദ്മി. ആരാണോ യാചിക്കുന്നത്, ആരാണോ യാചനയിൽ മുഴുകുന്നത്, അവരും എന്താകുന്നു? ഒരു മനുഷ്യനാകുന്നു. നമുക്കറിയാം, നമ്മൾ അങ്ങാടിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് പല ആളുകളും കൈകൾ നീട്ടി യാചിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വരും. അവരും എന്താണ്? മനുഷ്യനാണ് എന്നാണ് നസീർ അക്ബറാബാദി പറയുന്നത്. സമാജ് മേ ഭീഖ് മാംഗനെ വാലോं की तादाद दिन ब दिन बढ़ रही है. നമുക്കറിയാം, സമൂഹത്തിൽ യാചന വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. യാചിക്കുന്ന ആളുകൾ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ് പർ കാബൂ പാനെ കെ ലിയെ, ഇത് കുറക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, യാചിക്കുക എന്നുള്ളത് ഒരാൾ ബുദ്ധിമുട്ടുമ്പോഴാണ് യാചിക്കേണ്ടത്. അത് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം ഇസ് പർ കാബൂ പാനെ കെ ലിയെ അപ്നി തജാവീസ് പേശ് കീജിയെ, അത് കുറക്കാൻ വേണ്ടിയിട്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. എന്തെല്ലാം ചെയ്യാൻ കഴിയും? നമുക്ക് എഴുതാം, ഭീഖ് മാംഗിനെ കി ആദത്ത് ദിൻ ബ ദിൻ ബഡ്തി ജാത്തി ഹെ. യാചിക്കുക എന്നുള്ള ആ ഒരു ആദത്ത്, സ്വഭാവം ദിൻ ബ ദിൻ ബഡ്തി ജാത്തി ഹെ, ദൈനംദിനം ഓരോ ദിവസവും ബഡ്തി ജാത്തി ഹെ, വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാചിക്കുക എന്നുള്ള ആ ഒരു ആദത്ത്, പതിവ് ദിൻ ബ ദിൻ ബഡ്തി ജാത്തി ഹെ, ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ് പർ കാബൂ പാന ജറൂറി ഹെ, അത് പരിഹരിക്കുക എന്നുള്ളത് ജറൂറി ഹെ, അത്യാവശ്യമാണ് അല്ലേ? ഈ യാചന പരിഹരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ആജ് ഭീഖ് മാംഗനെ വാലെ ദിൻ ബ ദിൻ ബഡ്തേ ഹെ, ഇന്ന് യാചിക്കുന്ന ആളുകൾ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? ബഡ്തേ ഹെ, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, യാചിക്കുന്ന ആളുകൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ട്. ക്യോംകെ, എന്തുകൊണ്ടെന്നാൽ ഭീഖ് മാംഗനെ വാലോं को काम करने वालों से ज्यादा पैसे मिलते हैं. എന്തുകൊണ്ടാണ് യാചിക്കുന്ന ആളുകൾ കൂടുന്നത്? ഭീഖ് മാംഗനെ വാലോं को, യാചിക്കുന്ന ആളുകൾ, ഭീഖ് മാംഗനെ വാലോ എന്ന് പറഞ്ഞാൽ യാചിക്കുന്ന ആളുകൾക്ക്, കാം കർണെ വാലോं से, ജോലി ചെയ്യുന്ന ആളുകളെക്കാൾ ജ്യാദാ പൈസ മിൽത്തേ ഹെ, കൂടുതൽ പൈസ ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാരണം. നമുക്കറിയാം, യാചിക്കുന്ന ആളുകൾക്ക് ഭീഖ് മാംഗനെ വാലോं को काम करने वालों से ज्यादा പൈസ മിൽത്തേ ഹെ, അല്ലേ? അധ്വാനിക്കുന്ന ആളുകളെക്കാൾ ജ്യാദാ പൈസ മിൽത്തേ ഹെ, കൂടുതൽ പണം ലഭിക്കുന്നുണ്ട്. ആർക്ക്? ഭീഖ് മാംഗനെ വാലോं को, യാചിക്കുന്ന ആളുകൾക്ക്. ഇതൊരു കാരണമാണ്. ഉസ് പർ കാബൂ പാനെ കെ ലിയെ, ഇതിൽ നിന്നൊരു മോചനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ, പരിഹാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ഭീഖ് മാംഗനെ വാലോं को സിർഫ് ഖാന ദേനാ ചാഹിയെ. എന്ത് നൽകണം? ഭീഖ് മാംഗനെ വാലോं को, യാചിക്കുന്ന ആളുകൾക്ക് സിർഫ് ഖാന ദേനാ ചാഹിയെ, കേവലം ഭക്ഷണം നൽകാൻ പാടുള്ളൂ. യാചിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്തേ കൊടുക്കാൻ പാടുള്ളൂ? ഭക്ഷണമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ പണം കൊടുത്താൽ ഒരുപാട് പണം അതുകൊണ്ട് സമ്പാദിക്കുകയും അത് കാരണം അവർ ജോലി ചെയ്യാതിരിക്കുകയും അങ്ങനെ സമൂഹത്തിൽ അധ്വാനിക്കുന്നവരെക്കാൾ കൂടുതൽ യാചിക്കുന്നവരായിട്ട് മാറുകയും ചെയ്യും. അപ്പം എന്ത് ചെയ്യണം? സിർഫ് ഖാന ദേനാ ചാഹിയെ, കേവലം ഭക്ഷണം നൽകാൻ നമ്മൾ തയ്യാറാവണം. പിന്നെയോ ആജ് കൈ ലോഗ് നൗക്കരി ന മിൽനെ പർ ഭീഖ് മാംഗനെ ഹെ. ഇനി വേറൊരു കാരണം, ആജ് കൈ ലോഗ്, ഇന്ന് കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നൗക്കരി ന മിൽനെ പർ, തൊഴിലില്ലാത്തത് കാരണം, നൗക്കരി ന മിൽനെ പർ, തൊഴിലില്ലാത്തത് കാരണം ഭീഖ് മാംഗത്തെ ഹെ, യാചിക്കുന്നുണ്ട്. ഇന്ന് കുറെ ആളുകൾ എന്തുകൊണ്ടാണ് യാചിക്കുന്നത്? നൗക്കരി ന മിൽനെ കി വജഹ് സെ, അതായത് തൊഴിലില്ലാത്തത് കാരണമായിക്കൊണ്ട് ഭീഖ് മാംഗത്തെ ഹെ എന്ത് ചെയ്യുന്നു? യാചിക്കുന്നു. ഇസ്ലിയെ നൗക്കരി ദേനാ ബി ജറൂറി ഹെ, ഇതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിൽ നൽകുക എന്നുള്ളതും അത്യാവശ്യമാണ്. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് എന്താണ് പറഞ്ഞത്? ഒന്ന് നമ്മൾ പറഞ്ഞു, അവർക്ക് ഭക്ഷണം മാത്രമേ നൽകാൻ പാടുള്ളൂ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്യോंकि भीख मांगने वालों को काम करने वालों से ज्यादा पैसे मिलते हैं, इसलिए उसको सिर्फ खाना देना चाहिए. അവർക്ക് കേവലം ഭക്ഷണം നൽകൽ മാത്രമേ ആവശ്യമുള്ളൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞു, അവർക്ക് തൊഴിലില്ലാത്തത് കാരണമാണ് അവർ ഇത് ചെയ്യുന്നത്. ഇസിലിയെ നൗക്കരി ദേനാ ബി ജറൂറി ഹെ, അതുകൊണ്ട് അവർക്ക് തൊഴിൽ നൽകുക എന്നുള്ളതും അത്യാവശ്യമാണ്. ആഖിരി സവാൽ ദേഖിയെ പസന്ദീദ കിർദാർ കെ ബാരെ മേ നോട്ട്. എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്
പസന്ദീദ കിർദാർ കെ ബാരെ മേ നോട്ട്, ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക. എല്ലാ ചോദ്യ പേപ്പറിലും സാധാരണ കാണുന്ന ഒരു ചോദ്യമാണ് പസന്ദീദ കിർദാർ കെ ബാരെ മേ നോട്ട് ലിഖിയെ. അതായത് നമ്മളോട് അധികവും ചോദിക്കാറുള്ളത്, നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുള്ള, നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു കഥയുണ്ട് അല്ലേ, സആദത്ത് ഹസൻ മണ്ടുവിൻ്റെ ബിഷൻ സിംഗിൻ്റെ കഥ അല്ലേ. ആ കഥയിൽ നിന്നാണ് പൊതുവെ നമ്മളോട് ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? അതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് മേരാ പസന്ദീദ കിർദാർ കാ നാം ഡാഷ് ഹെ, എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് ഡാഷ് ആകുന്നു. ഈ മേരാ പസന്ദീദ കിർദാർ കാ നാം ഡാഷ് എന്നുള്ളിടത്ത് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് നമ്മൾ എഴുതണം. രണ്ടാമത്തത് യേ കിർദാർ ഇസ് കഹാനി കാ മർക്കസ് ഹെ, ഈ കഥാപാത്രം ഈ കഥയിലെ കേന്ദ്രമാകുന്നു. അത് നമുക്ക് എവിടെയും എഴുതി കൊടുക്കാം, എല്ലാത്തിലും എഴുതി കൊടുക്കാം. യേ കിർദാർ ഇസ് കഹാനി കാ മർക്കസ് ഹെ, ഈ കഥാപാത്രം ഈ കഥയിലെ ഒരു കേന്ദ്ര കഥാപാത്രമാകുന്നു. അത് എവിടെയും എല്ലാത്തിലും എഴുതി കൊടുക്കാം. പിന്നെയോ ഇസ് കഹാനി കോ ആഗേ ബഡാനെ മേ, ഈ കഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ യേ കിർദാർ അഹം റോൾ അദാ കിയാ ഹെ, ഈ കഥാപാത്രം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാത്തിലും എഴുതാം. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ കഥാപാത്രത്തെ കുറിച്ചുള്ള നോട്ടിലും എഴുതാൻ പറ്റുന്ന 3 പോയിന്റുകളാണ്. അത് വെച്ചിട്ട് നമുക്ക് ബിഷൻ സിംഗിനെ കുറിച്ച് എഴുതി നോക്കാം. നോക്കിക്കോ, മേരാ പസന്ദീദ കിർദാർ കാ നാം ബിഷൻ സിംഗ് ഹെ, എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് ബിഷൻ സിംഗ് എന്നാകുന്നു. യേ കിർദാർ ഇസ് കഹാനി കാ മർക്കസ് ഹെ, ഈ കഥാപാത്രം ഈ കഥയിലെ മർക്കസ് ഹെ, കേന്ദ്ര കഥാപാത്രമാകുന്നു. ഇസ് കഹാനി കോ ആഗേ ബഡാനെ മേ, ഈ കഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ യേ കിർദാർ അഹം റോൾ അദാ കിയാ ഹെ, ഈ കഥാപാത്രം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ ബിഷൻ സിംഗിനെ കുറിച്ച് എഴുതുന്നു. ഇത്രയും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, മുകളിൽ പറഞ്ഞ അതേ സംഗതി നമ്മൾ മാറ്റി എഴുതി. ഇനി നോക്കൂ, ബിഷൻ സിംഗ് ലാഹോർ കെ ഖൈദ് ഖാനെ മേ ആക്കെ 15 സാൽ ഹോ ഗയേ थे. ഇനി ബിഷൻ സിംഗിനെ കുറിച്ച് എഴുതാ. ബിഷൻ സിംഗ് ലാഹോർ കെ ഖൈദ് ഖാനെ മേ ആക്കെ, ബിഷൻ സിംഗ് ലാഹോറിലെ ഖൈദ് ഖാന തടവറയിൽ വന്നിട്ട് 15 സാൽ ഹോ ഗയേ थे, 15 വർഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആയിട്ടുണ്ട്. വോ രാത് മേം സോത്താ നഹീ ഥാ, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, രാത്രിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. വോ രാത് മേം സോത്താ നഹീ ഥാ, അദ്ദേഹം രാത്രിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. വോ ഏക് ജമീന്ദാർ ഥാ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ജന്മിയായിരുന്നു. വോ ഏക് ജമീന്ദാർ ഥാ, അദ്ദേഹം ഒരു ജന്മിയായിരുന്നു. ലേക്കിൻ തഖ്സീമെ ഹിന്ദ് കി വജഹ് സെ, എന്നാൽ ഇന്ത്യൻ വിഭജനം കാരണമായിക്കൊണ്ട് അബ് വോ ഏക് ഗരീബ് ഹെ, ഇന്ന് അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാകുന്നു അല്ലേ. ആദ്യം അദ്ദേഹം അമീർ ആയിരുന്നു, ജമീന്ദാർ ആയിരുന്നു. ലേക്കിൻ തഖ്സീമെ ഹിന്ദ് കി വജഹ് സെ, ഇന്ത്യൻ വിഭജനം കാരണമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ. അങ്ങനെ എന്താണ്, അബു വോ ഏക് ഗരീബ് ഹെ, ഇന്ന് അദ്ദേഹം എന്താണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഇങ്ങനെ നമുക്ക് ആ കഥാപാത്രത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കാം. ഇന്ന് നമ്മൾ 3 ചോദ്യമാണ് ചർച്ച ചെയ്തത്. ഒന്ന് ഗാന്ധിജിയെ കുറിച്ച് നോട്ട് തയ്യാറാക്കി. രണ്ടാമത്തത് നസീർ അക്ബറാബാദി പറഞ്ഞു എന്ത്, യാചിക്കുന്നവരും മനുഷ്യരാണ്, യാചന കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി. മൂന്നാമത് കഥാപാത്ര നിരൂപണം നമ്മൾ തയ്യാറാക്കി. 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന 3 ചോദ്യങ്ങളാണിത്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും ഈ ക്രിസ്തുമസ് എക്സാമിന് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ വീഡിയോ നിർത്തുകയാണ്. ഖുദാ ഹാഫിസ്, ശുക്രിയ, താങ്ക് യു.